ഹലോ കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ വിശ്വപ്രസിദ്ധനായ കാളിദാസനെ കുറിച്ചാണ്. കാളിദാസനെ കുറിച്ചുള്ള ഒരു ഐതിഹ്യമാണ്. വിക്രമാദിത്യൻ്റെ രാജസദസ്സിലെ നവരത്നങ്ങൾ എന്നറിയപ്പെടുന്ന ആ രാജസദസ്സിലെ ഒരു വിദ്വാനായിരുന്നു കാളിദാസൻ. കാളിദാസന് വളരെ ചെറുപ്പം മുതൽ തന്നെ വിദ്യകളൊക്കെ അഭ്യസിച്ച് യൗവനമായപ്പോഴത്തേക്കും നല്ല ഒരു വിദ്വാനായി തീർന്നു, വളരെ പണ്ഡിതനായി തീർന്നു. അദ്ദേഹം വലിയ ശിവഭക്തനായിരുന്നു. കാളിദാസൻ ശിവക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പോയിരുന്നു. തൊഴുതു മടങ്ങുമ്പോൾ അവിടെ വെച്ച് ഒരു യോഗിവര്യനെ കണ്ടു. ആ യോഗിവര്യനെ ഒന്ന് കണ്ട് പരിചയപ്പെട്ട് പോരാമെന്ന് കരുതി കാളിദാസൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് കുറച്ച് സംസാരിച്ചു കൊണ്ടൊക്കെ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കാളിദാസന് എന്തൊക്കെയോ അപാകത തോന്നി. അദ്ദേഹം ഒന്ന് പരിഹസിച്ച് ചിരിച്ചു. ഈ യോഗിവരൻ അത് മനസ്സിലായി, തന്നെ ഒരു പരിഹസിച്ചാണ് ഈ കാളിദാസൻ ചിരിച്ചതെന്ന്. അദ്ദേഹത്തിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇവൻ ആരാണ് ഇത്ര വലിയ വിദ്വാനായിട്ട് വന്നിരിക്കുന്നത്, തന്നെ പോലെയുള്ള ഒരു യോഗിവര്യൻ്റെ അടുക്ക വന്ന് ഇത്ര പരിഹസിച്ച് ചിരിക്കാൻ എന്ന് തോന്നി. ആ യോഗിവര്യൻ എന്ത് ചെയ്തു? കാളിദാസനെ ശപിച്ചു. വളരെ പണ്ഡിതനും ആയിരുന്ന ആ കാളിദാസനെ ശപിച്ചിട്ട് പറഞ്ഞു, നീ ഒരു മൂഢനും മന്ദബുദ്ധിയുമായി തീരട്ടെ, നിൻ്റെ ബുദ്ധിക്ക് ബുദ്ധിമാന്ദ്യം ഉണ്ടാകട്ടെ എന്ന് ശപിച്ചു. അത് കേട്ടപ്പോൾ കാളിദാസന് വളരെ വിഷമം തോന്നി. ഈ യോഗിവര്യൻ തന്നെ ശപിച്ചിരിക്കുന്നു, തൻ്റെ അറിവുകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇനിയും തനിക്ക് ഒരു വിദ്വാനായി കഴിയത്തില്ലല്ലോ, തൻ്റെ പാണ്ഡിത്യമെല്ലാം പോയല്ലോ. അദ്ദേഹം വളരെ സങ്കടപ്പെട്ടു. പെട്ടെന്ന് തന്നെ ആ യോഗിവര്യൻ്റെ അടുക്കൽ ചെന്ന് മാപ്പി ചോദിച്ചു. കാൽക്കൽ വീണ് പറഞ്ഞു, ക്ഷമിക്കണം, അങ്ങേപ്പോലെ ഇത്ര വലിയ ശ്രേഷ്ഠനായ ഒരു യോഗിവര്യൻ എന്നെപ്പോലെയുള്ള എൻ്റെ ഈ അറിവില്ലായ്മ എന്നെപ്പോലെയുള്ളവരെ ശപിച്ചത് കഷ്ടമായിപ്പോയി. അങ്ങെനിക്ക് ശാപമോക്ഷം തരണം, എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അറിവില്ലായ്മ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇച്ചിരി ആർദ്ര മനസ്സുള്ള ആളായിരുന്നു ഈ യോഗിവര്യൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം കാളിദാസൻ്റെ ഈ വാക്ക് കേട്ട് അദ്ദേഹത്തിനോട് സഹതാപം തോന്നി, ശാപമോക്ഷം നൽകി. ശപിച്ചത് എനിക്ക് തിരിച്ചെടുക്കാനൊക്കത്തില്ല, എന്നാലും ഞാൻ നിനക്ക് ശാപമോക്ഷം നൽകാം എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഒരിക്കൽ കാളിയിൽ നിന്നും അനുഗ്രഹം ഉണ്ടാവും, കാളി നിന്നെ അനുഗ്രഹിക്കും, നീ വിശ്വപ്രസിദ്ധനായ ഒരു കവിയായി തീരും എന്ന് ആ യോഗിവര്യൻ കാളിദാസനെ അനുഗ്രഹിച്ചു. കാളിദാസൻ അവിടെ നിന്നും മടങ്ങി. പക്ഷേ എന്തുകൊണ്ടോ കാളിദാസൻ വളരെ മോശമായ തൻ്റെ ആ കുലാചാരങ്ങളൊക്കെ മറന്നുപോയി. വളരെ മോശമായുള്ള ആൾക്കാരുമായി സമ്പർക്കം കൂടി വളരെ മോശമായ രീതിയിൽ നടന്നു. അക്കാലത്ത് അവിടെ സർവാംഗ സുന്ദരിയായ ഒരു പ്രഭുകുമാരി ഉണ്ടായിരുന്നു. വളരെ വലിയ വിദൂഷികമായിരുന്നു അവൾ, വളരെ പാണ്ഡിത്യമുള്ളവളായിരുന്നു. അവൾ പറഞ്ഞു, അവൾക്ക് വിവാഹാലോചനകളൊക്കെ വന്നു തുടങ്ങിയ സമയമാണ്. അവൾ പറഞ്ഞു, ശാസ്ത്രവാദത്തിൽ തന്നെ പരാജയപ്പെടുത്തുന്നവരെ മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ പലരും വന്നു അവളോട് വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി. ശാസ്ത്രങ്ങളൊക്കെ നടത്തിയപ്പോഴേ പലരും വന്നെങ്കിലും ആരും അവളെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. എല്ലാവരും അവളുടെ മുമ്പിൽ തോറ്റു പിന്മാറി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് പ്രഭുവിന് ഈ മകളുടെ പ്രഭുവിന് വളരെ വിഷമം തോന്നി. ഇവളിങ്ങനെ പോയാൽ പ്രായം ഒരുപാടായി, ഇവളുടെ വിവാഹം കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഇവളെ വിവാഹം കഴിപ്പിക്കാൻ ഇനി എന്താ ഒരു വഴി? അദ്ദേഹം വളരെ ആലോചിച്ചിട്ട് ഭൃത്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പോകണം. ഈ പ്രഭു വിചാരിച്ചു ആരെങ്കിലും യോഗ്യനായ ഒരാളെ കൊണ്ട് മാത്രമേ ഇവളെ വിവാഹം കഴിപ്പിക്കാം, അല്ലാതെ വേറെ ഇങ്ങനെ ഇവളെ തോൽപ്പിച്ചിട്ട് കഴിക്കാൻ നടക്കത്തില്ല. അതുകൊണ്ട് ഭൃത്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആരെയെങ്കിലും നല്ല യോഗ്യന്മാരായ ആരെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടു. 4 വശത്തൊക്കെ ആൾക്കാരുമായി. അവർ വിചാരിച്ചു ഇവളുടെ ഈ അഹങ്കാരത്തിന് ഒരു ശിക്ഷ കൊടുക്കണമെന്ന് അതിൽ ഒരു ഭൃത്യന് തോന്നി.
അങ്ങനെ അവരിങ്ങനെ നടക്കുക. ആരാ ഇപ്പം ഈ യോഗി ഇത്ര വലിയ ആളായിട്ടുള്ള പ്രഭുകുമാരി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അവളെ പരാജയപ്പെടുത്തുന്നത് ഇനി ആരാന്ന് വെച്ചാൽ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ ഓർത്ത് അവർക്ക് ദേഷ്യം തോന്നി അങ്ങനെ നടക്കുമ്പോൾ ഒരാൾ ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിലിരുന്നിട്ട് അയാളിരിക്കുന്ന വൃക്ഷത്തിൻ്റെ കമ്പ് തന്നെ വെട്ടുക. നോക്കൂ, അയാളിരിക്കുന്ന വൃക്ഷത്തിൻ്റെ കമ്പ് വെട്ടിയാൽ എന്താ സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ആ മരം മുറിഞ്ഞ് വീഴും. ആ മരം മുറിഞ്ഞ് വീണ് അയാൾ താഴെ വീഴും. ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? വിട്ടിയല്ലേ, പമ്പര വിട്ടിയായിട്ടല്ലേ അല്ലേ കുഞ്ഞുങ്ങളെ? നിങ്ങൾക്കറിയത്തില്ലേ നമ്മളിരിക്കുന്ന മരത്തിൻ്റെ കമ്പ് വെട്ടിയാൽ നമ്മൾ താഴെ വീഴുമെന്ന്? ഇത് തന്നെ നല്ല ആൾ നമ്മൾ അന്വേഷിച്ച് നടന്ന ആൾ തന്നെ. ഈ പമ്പര വിട്ടിയ ഈ മൂഢനെ തന്നെ അവളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം, അതാണ് വേണ്ടതെന്ന് തോന്നി. ഭൃത്യന്മാർ അയാളെ നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിച്ചു, ഒരു പ്രഭുകുമാരന് ചേരുന്ന വേഷവിധാനങ്ങളൊക്കെ അണിയിച്ച് ഈ പ്രഭുവിൻ്റെ അടുക്ക് ചെന്നു. പല രാജാക്കന്മാരും വന്നിട്ടും ഇവളുടെ മുമ്പിൽ തോറ്റുപോയതാണ്. അപ്പോഴാണ് ഈ പമ്പര വിട്ടിയം കൊണ്ട് ഇവർ ചെല്ലുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ആ വിവാഹ മണ്ഡപത്തിലെത്തി. രാജാവ് അങ്ങനെ മകളെ അണിയിച്ചൊരുക്കി വിവാഹ മണ്ഡപത്തിൽ കൊണ്ടുവന്നു. ഈ ഇവനോട് പറഞ്ഞു, നീ അവിടെ ചെല്ലണം. അപ്പം രാജകുമാരിയല്ല പ്രഭുകുമാരി പറയുന്നത് കേട്ടതിന് മറുപടി പറയണം. അപ്പോൾ ശരി സമ്മതിച്ച് ചെന്നാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നു. രാവണൻ്റെ ഫോട്ടോയായിരുന്നു. അത് കണ്ടിട്ട് ഈ കാളിദാസൻ പറഞ്ഞു, അംഭംഭട രാവണ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ആ പ്രഭുകുമാരിക്ക് വളരെ ഇത് തോന്നി. എന്ത്, രാവണെന്ന് പോലും അറിയാൻ മേലാത്ത ഇയാളാണോ വലിയ വേദപണ്ഡിതനാണ്, വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ്, വലിയ ആളാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്ന ഈ പണ്ഡിതനാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്ന ഇയാളാണ് രാവണൻ എന്നുള്ള പേര് പോലും അറിയാതെ രാവണൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഉടനെ അതിൽ ഇച്ചിരി അറിവൊക്കെ ഉള്ള ഒരു ഭൃത്യനുണ്ട്, അവൾക്കറിയാം അയാൾ. ഉടനെ അയാൾ വന്ന് പറഞ്ഞു, മാരി അവിടുന്ന് ഈ പ്രഭുകുമാരൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? രാവണൻ്റെ രായും കുംഭകർണൻ്റെയും വിഭീഷണൻ്റെയും ഭായില്ലേ, ആ ഭായും കൂടെ ചേർത്ത് പറയുമായിരുന്നു രാവണൻ. ഓ അത് ശരി, അത് എനിക്ക് മനസ്സിലായില്ല. അത്ര വലിയ പണ്ഡിതനാണല്ലേ ഇദ്ദേഹം എന്ന് വിചാരിച്ച് തന്നെ ഇഷ്ടപ്പെട്ടു. ഇയാളെ തന്നെ വിവാഹം കഴിക്കാം, ഇത്ര വലിയ പാണ്ഡിത്യമുള്ള ആളാണല്ലോ എന്ന് വിചാരിച്ച് ആ പ്രഭുകുമാരി വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ ആ വിവാഹമൊക്കെ നടന്നു. പക്ഷേ ഇവനൊരു പമ്പര വിട്ടിയാണ്, ഇവനൊരു മൂഢനാണ്, ബുദ്ധിയില്ലാത്തവനാണെന്ന് കുറച്ചു കാലം കൊണ്ട് പ്രഭുകുമാരിക്ക് മനസ്സിലായി. അവളതുകൊണ്ട് അവനോട് ഒരവജ്ഞയും ധാർഷ്ട്യവും അഹങ്കാരവും എല്ലാം കാണിച്ചു തുടങ്ങി, അവനെ പുച്ഛിക്കാൻ തുടങ്ങി. ഇത് കാളിദാസൻ ഒട്ടും സഹിച്ചില്ല. കാളിദാസൻ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഇങ്ങനെ അലയുക, എവിടോട്ടെങ്കിലും ഒരു ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കുന്ന സമയത്ത് ഒരു കാട്ടിലെത്തിച്ചേർന്നു. ആ കാട്ടിലിങ്ങനെ നടന്ന് രാത്രിയായി, ക്ഷീണമായി, ഇനി എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണം, രാവിലെ യാത്ര ചെയ്യുക എന്ന് വിചാരിച്ച് കാളിദാസൻ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു കാളീക്ഷേത്രം കണ്ടു. കാളിദാസൻ എന്താണെന്ന് ആ ക്ഷേത്രം കണ്ടു. കാളിദാസൻ അവിടെ ചെന്നു. ഇവിടെ ആകുമ്പോൾ സ്വസ്ഥമായിട്ട് കിടക്കാൻ, രാത്രിയായി, ഇനി ആരും വരത്തില്ല, ആരുടെയും ശല്യമില്ല, വാതിലും തുറന്ന് കിടക്കുന്നു, സുഖം സൗകര്യമായി, താൻ വിചാരിച്ച പോലെ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അങ്ങനെ കാളിദാസൻ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചു. ഇനിയും വന്യമൃഗങ്ങളോ വല്ലതും, കാടല്ലേ അല്ലെങ്കിലും എന്ന് വെച്ചാൽ കതവെല്ലാം അടച്ച് അവിടെ കിടന്നു. അപ്പോഴാണ് കാളി പുറത്തു പോയിരിക്കുമായിരുന്നു. ദേവി ഊരു ചുറ്റാൻ പോയിരിക്കുമായിരുന്നു. അങ്ങനെ ഊരു ചുറ്റിലൊക്കെ കഴിഞ്ഞ് ദേവി വന്നപ്പം ദേവി വിചാരിച്ചു, ഞാൻ വാതിൽ തുറന്നിട്ടിട്ടാണല്ലോ പോയത്, ഇതാരാ വാതിൽ അടച്ചിരിക്കുന്നത്? ദേവി ചോദിച്ചു, അകത്താരാ എന്ന് ചോദിച്ചു. ഉടനെ കാളിദാസൻ മനസ്സിലായി, പുറത്ത് നിന്ന് ചോദിക്കുന്നുണ്ട് അകത്താരാ. ഉടനെ കാളിദാസൻ തിരിച്ചു ചോദിച്ചു, പുറത്താരാ? ഓഹോ, ഇവൻ ഇത്ര ധിക്കാരി, ഇവൻ ഇത്ര ധാർഷ്ട്യമോ? എന്തായാലും ദേവി പറഞ്ഞു, പുറത്ത് കാളി. ഉടനെ അകത്തിരുന്നുകൊണ്ട് കാളിദാസൻ പറഞ്ഞു, അകത്ത് ദാസൻ. അത് കേട്ടപ്പോൾ ദേവിക്ക് ദേഷ്യം വന്നു. ദേവി പറഞ്ഞു, പിന്നെയും ചോദിച്ചു, അകത്താരാ? ഉടനെ പറയും, ദാസൻ. പുറത്താരാ? കാളി. നീ വാതിൽ തുറക്ക്, എൻ്റെ വാസസ്ഥലത്ത് നീ എന്തിനാ കടന്നു കയറി? വാതിൽ തുറക്ക്, എനിക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം, കതവ് തുറക്കാൻ പറഞ്ഞു. ഇല്ല, ഞാൻ ഈ കതവ് തുറക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് എനിക്ക് ജ്ഞാനം ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞു. ദേവിക്ക് അതിനകത്ത് കയറുകയൊക്കെ ചെയ്യാം, പക്ഷേ നിയോഗം കൊണ്ടായിരിക്കാം. ദേവി പറഞ്ഞു, നീ ആ വാതിൽപ്പഴിലൂടെ നിൻ്റെ നാക്കൊന്ന് നീട്ടി കാണിക്കാൻ പറഞ്ഞു.
കാളിദാസൻ തൻ്റെ നാവ് പുറത്തോട്ട് നീട്ടി. ദേവി ആ നാവിൽ തൻ്റെ ശൂലം കൊണ്ട് ചിന്താമണി മന്ത്രം നാവിലെഴുതി. കാളിദാസൻ്റെ നാവിൽ ശൂലം കൊണ്ട് ദേവി ചിന്താമണി എന്ന മന്ത്രം നാവിലെഴുതി. അപ്പോഴത്തേക്കും കാളിദാസൻ പൂർവാധികം ബുദ്ധിമാനായി. അവൻ്റെ മൂഢത്വമൊക്കെ പോയി, മന്ദബുദ്ധിയൊക്കെ പോയി. അവൻ വളരെ ബുദ്ധിമാനായി തീർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അവൻ പുറത്തു വന്നു. അന്ന് മുതലാണ് അവൻ വലിയ വിശ്വപ്രസിദ്ധനായ കവിയായി തീർന്നത്. കാളിദാസൻ അങ്ങനെ കാളിദാസൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നതും അന്ന് മുതലാണെന്നാണ് കഥ. ഇതാണ് ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞ കാളിദാസൻ്റെ ആ കഥ, ഐതിഹ്യം. കാളിദാസനെക്കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കഥയാണിത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആദ്യമായിട്ട് കേൾക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകണം. വളരെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും ഒരു കഥയുമായി ഉടനെ തന്നെ വരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.